ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രി പ്രിലിംസ് ഏകദേശം മെയ് മാസത്തിലുണ്ടാവും അല്ലേ. നമ്മുടെ മുന്നിൽ 2 മാസമാണ് ഇനിയുള്ളത്. ആ 2 മാസം ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിട്ടയായ രീതിയിൽ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് എത്രയാണ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹിസ്റ്ററി ഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, നമ്മളത് എങ്ങനെയാണ് ആ ഏരിയാസൊക്കെ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ PSC പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് ഏതൊക്കെ ഏരിയാസാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഇവിടെ നമുക്കറിയാം, ആദ്യം ജനറൽ നോളജിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്രയും ഭാഗം ജനറൽ നോളജിൽ വരുന്നുണ്ട് അല്ലേ. അതിൽ തന്നെ നമുക്കറിയാം ഹിസ്റ്ററിക്ക് എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ എത്രയാണ്? ഹിസ്റ്ററിക്കാണ് വരുന്നത് 10 മാർക്ക്. ജനറൽ നോളജ് ഭാഗത്ത് ഹിസ്റ്ററിക്കും, അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അതിനാണ് വരുന്നത്. അതിന് എത്രയാണ്? 10 മാർക്കാണ് വരുന്നത്. ഹിസ്റ്ററിക്ക് 10 മാർക്കാണെന്ന് നമ്മൾ പറഞ്ഞു. ജോഗ്രഫിക്ക് എത്രയാണ്? 5, എക്കണോമിക്സ് 5, അതുപോലെ സിവിക്സ് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജിക്കും 5 മാർക്കാണ് വരുന്നത്. അതുപോലെ സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് എത്രയാണ്? 20 മാർക്കും, ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്കും, അതുപോലെ മലയാളത്തിന് 10 മാർക്കും. അങ്ങനെ നമുക്കറിയാം, ഈ 3 ഭാഗം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അവിടുന്ന് 50 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ സബ്ജക്റ്റുകൾക്ക് നമ്മൾ ഡെയിലി 1 മണിക്കൂർ മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കുക, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക, ഓരോ ദിവസവും നമ്മൾ 1 മണിക്കൂറെങ്കിലും മാത്സ്, മെൻ്റൽ എബിലിറ്റി, അതുപോലെ തന്നെ മലയാളം, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, ഇവയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. മാത്സിനൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക. അതുപോലെ മലയാളം, ഇംഗ്ലീഷ് ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഏരിയാസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹിസ്റ്ററിക്ക് 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിൽ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഹിസ്റ്ററിക്ക് 10 മാർക്കാണെന്ന് പറഞ്ഞു. ഹിസ്റ്ററി 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ 3 ആയിട്ടാണല്ലേ തിരിച്ചിരിക്കുന്നത്. അതിലോർക്കുക, കേരള ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യം വരുന്നതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് പോർച്ചുഗീസുകാർ കേട്ടോ. പോർച്ചുഗീസുകാരിൽ പ്രധാനപ്പെട്ട വൈസ്രോയിമാർ, അതുപോലെ തന്നെ വാസ്കോഡ ഗാമയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന കാര്യം ഓർക്കുക. നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പോർച്ചുഗീസുകാർ, അതുപോലെ തന്നെ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇവരൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. അതിൽ നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ആളാണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കുളച്ചൽ യുദ്ധമൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ നല്ല രീതിയിൽ പഠിച്ചു പോവുക. അതുപോലെ സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, അതായത് ഐക്യ കേരള പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ നടന്ന വർഷം, അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്, ഏത് സ്ഥലത്താണ് സമ്മേളനം കൂടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് ഓർക്കുക. അതുപോലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്,
പ്രധാനപ്പെട്ട, അതായത് നമുക്കറിയാം SNDP, NSS അങ്ങനെ പ്രധാനപ്പെട്ട സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകന്മാരെ കുറിച്ചും നമ്മൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്കറിയാം മിഡീവൽ ഇന്ത്യ, അതിൽ തന്നെ ചോദിക്കുന്നതാണ് മുഗൾ ഭരണം അല്ലേ, മുഗൾ കാലഘട്ടം. അതിൽ തന്നെ അക്ബറിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ ഏരിയയൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതും കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കുക. ആ ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരെക്കുറിച്ചും അവർ നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ നമുക്ക് INCയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നമുക്കറിയാം ലാഹോർ സെഷനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലാഹോർ സെഷൻ, കൊൽക്കത്ത സെഷനൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗത്തെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സമ്മേളനങ്ങൾ പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ന്യൂസ് പേപ്പേഴ്സും ചോദിക്കാറുണ്ട്. ഈ അടുത്തുള്ള നടന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പേഴ്സ്. പ്രധാനപ്പെട്ട, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ന്യൂസ് പേപ്പർ ഏതാണ്, അതുപോലെ തന്നെ രാജാറാം മോഹൻ റോയ്, അങ്ങനെ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുപോലെ മഹാത്മാഗാന്ധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം റവല്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ചൈനീസ് വിപ്ലവമൊക്കെ ഈ ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവല്യൂഷൻസ് ആണ്. അതും കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, അതും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. നമുക്കറിയാം അവിടെ ഹിറ്റ്ലറിനെ കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതുപോലെ UNOയിൽ നിന്നും അതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ UNO അതിൻ്റെ ഓർഗൻസും കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഏരിയ പഠിക്കുമ്പോഴും നമുക്കറിയാം ഇപ്പം ഹിസ്റ്ററി പഠിക്കാൻ നേരത്തെ നമ്മുടെ SCERT ചാപ്റ്റേഴ്സൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. SCERT ടെക്സ്റ്റ് ബുക്കുകൾ, പഴയ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഓരോ ഭാഗങ്ങളും വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ആദ്യം മുതൽ എടുത്ത് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏത് ചാപ്റ്റേഴ്സിൽ, ഏത് ക്ലാസ്സിൽ ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മളത് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രധാനപ്പെട്ട ഏരിയാസ് പഠിക്കാൻ നേരത്ത് അവിടെ നമ്മളൊരു ടൈം ലൈൻ തയ്യാറാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കലാപങ്ങൾ ഒക്കെ പഠിക്കാൻ നേരത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്ത് പഠിക്കുക. കാരണം നമുക്കറിയാം കാലഗണനാ ക്രമത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. അതുകൊണ്ട് വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളത് കൃത്യമായ രീതിയിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ തന്നെ ഓരോ അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരുടെ കാലഘട്ടമൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. SCERT ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കാൻ റെഡി ആവുക. അതുപോലെ ടൈം ലൈൻ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനിയും നമ്മുടെ മുന്നിൽ 2 മാസം സമയമുണ്ട്. നമ്മൾ ഇതുപോലെ ഓരോ സബ്ജക്റ്റിലെയും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം കേട്ടോ. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുന്നായിട്ട് നിങ്ങളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഡിഗ്രി കോഴ്സസൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്ത് പഠിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകളുടെയൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നവർക്ക് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകാം കേട്ടോ. നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.